ഹായ് ഹലോ വെൽക്കം ടു ക്രാഫ്റ്റ് ബ്ലൂം 26. ഇന്ന് നമുക്ക് ഇതുപോലത്തെ അടിപൊളി പാദസരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത്. ഇൻവിസിബിൾ ചെയിനൊക്കെ മേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഗിയർ വയർ, ഗിയർ ലോക്ക്, പിന്നെ ഇതുപോലത്തെ മൾട്ടി കളർ ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ചാം ബീഡ്സ്, പിന്നെ ഫ്യൂസ് വയർ. ഇത്രയൊക്കെ വെച്ച് എങ്ങനെയാണ് ഒരു പാദസരം ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഞാനിവിടെ ഗിയർ ലോക്കിട്ട് ജമ്പറിങ് ഇട്ട് ഗിയർ വയറിൻ്റെ അറ്റം ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ആദ്യം നമ്മൾ ചാം ബീഡ്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം 0mm ക്രിസ്റ്റൽ ബീഡ്സ് നമ്മൾ ലോറിയൽസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ 5 ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് മൾട്ടി കളറാണ്, നമുക്കിഷ്ടമുള്ള കളർ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 0mm സൈസ് ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. നിങ്ങളെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് എടുക്കാം. എനിക്ക് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറിയ ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ ചാം ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഗിയർ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ലോക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തിരി ലൂസാക്കി ഇട്ടതിന് ശേഷം ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ലൂസായിട്ട് ഇട്ട് കൊടുക്കാനായിട്ടുള്ള കാരണം ആ ബീഡ്സ് ഇങ്ങനെ ഇളകി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ ലൂസാക്കി ഇട്ട് കൊടുത്തത്. ഇതുപോലെ ഞാനിവിടെ 6 സെറ്റ് ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. സെയിം പാറ്റേണിൽ തന്നെ നമുക്കിത് 6 ചെയ്തെടുക്കാം. എനിക്ക് പാദസരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് വെണ്ണില ചന്ദനക്കിണ്ണം എന്നുള്ള ഒരു പാട്ടിലെ കാവ്യമാധവൻ ഇങ്ങനെ ഓടി വരുമ്പോൾ കൊലുസിട്ടിട്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാനായിട്ട്. ആ പാട്ടിനോടുള്ള ഇഷ്ടമാണോ അതോ ആ പാദസരത്തിനോടുള്ള ഇഷ്ടമാണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്ത് രസമായിട്ടല്ലേ ആ പാട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും അത് കേൾക്കുമ്പോൾ എന്തൊരു രസമാണ്, എന്തൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരിക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് 90s കിഡ്സിന്. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറഞ്ഞു തന്നേ, പാദസരമല്ലേ, നമുക്ക് പാദസരത്തിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എല്ലാ 6 സെറ്റും ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് അതിനുശേഷം ഞാനിവിടെ ഒരു ജമ്പറിങ് ഒഴിച്ച് ബാക്കി ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഞാനിവിടെ ഗിയർ വയർ കടത്തിയെടുത്തിട്ട് അത് ബാക്കിലേക്ക് വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഗിയർ ലോക്ക് ചെയ്ത് കൊടുത്തു. ഇങ്ങനെയാണ് ഞാൻ ആദ്യം ചെയ്തത്. പക്ഷേ എൻ്റെ കയ്യിൽ വീഡിയോ എടുത്തപ്പോൾ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അതുകൊണ്ട് അത്രയ്ക്കങ്ങ് ഫസ്റ്റത്തെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. ബാക്കിയുള്ള എക്സസ് ആയിട്ടുള്ള ഗിയർ വയർ ഉണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ ഇതുപോലുള്ള ലോക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പാദസരത്തിൻ്റെ ലോക്ക് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ നോർമൽ ഇതുപോലത്തെ ഒരു ലോക്കാണ് എടുത്തത്. ലോക്ക് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാദസരത്തിൻ്റെ പണി കഴിഞ്ഞു. ഇൻവിസിബിൾ പാദസരം റെഡിയായി. എങ്ങനെയുണ്ട് കാണാനായിട്ട്? ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സിമ്പിൾ എലഗൻ്റ് എന്നൊക്കെ പറയില്ലേ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. കാലുമ്മ കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ പാദസരം എങ്ങനെയുണ്ടെന്ന് പറയും എല്ലാവരും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.